സാരമില്ല ഇസബല്ല എന്റെ രീതിക്ക് ഡീൽ ചെയ്തോളൂ. ഹലോ. ആരാ? എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല? ഇസബല്ല. ദേവികയെ ഞാൻ ഇസബല്ലയാ. നന്ദൻ ഇവിടെ ഉണ്ട്. നന്ദനൊന്ന് ഫോൺ കൊടുക്ക്. ഓ, നന്ദനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലേ? അല്ല, ഭാര്യയും ഭർത്താവും ആവുമ്പോ ഇങ്ങനൊക്കെ തന്നെ ഇരിക്കണം. ഇസബല്ല, ഫോൺ നന്ദുനിൽ ഒന്ന് കൊടുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. മാഡം ചൂടായി തുടങ്ങി. കൊടുക്ക. നന്ദ, ദേവിക വിളിക്കുന്നു. നന്ദ, എന്താ? എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. നീ ഒന്ന് സംസാരിക്കേ. വാ നന്ദ, ഒന്നിങ്ങോട്ട് വാ നന്ദ. ഫോൺ തരാൻ പറയടാ. കുഴപ്പമില്ലടാ. ആ ശരി ശരി പറയാം. ഓക്കെ. ഫോൺ ദേവിക, നന്ദൻ പറയുന്നതേ, നന്ദൻ എന്തോ തിരക്കില, അങ്ങോട്ട് വിളിച്ചോളാന്ന്. ഞാൻ പറഞ്ഞു ദേവിക എന്തോ അത്യാവശ്യത്തിനാ വിളിക്കുന്നതെന്ന് തോന്നുന്നു, നീ ഒന്ന് സംസാരിക്കാൻ. പക്ഷേ അവനൊരു താല്പര്യക്കുറവ്. പിന്നെ വിളിച്ചോളാന്ന്. ഇല്ല, നന്ദു അങ്ങനെ പറയില്ല. ഇസബല്ല, നന്ദുവിന് ഫോൺ കൊടുത്തേ. ഞാൻ പറയുന്ന വിശ്വാസം ആവുന്നില്ലേ ദേവിക? ദേവിക ധൈര്യമായിട്ടിരിക്കേ, അവനിപ്പ ഞങ്ങൾക്കൊപ്പം ഉണ്ട്. ഞാനേ ഫോൺ കട്ട് ചെയ്യണേ, ഞങ്ങക്ക് കുറച്ച് തിരക്കുണ്ട്. ഓക്കെ. അപ്പൊ അക്കാര്യം സോൾവ് ആയില്ലേ? നീ എന്തിനാ ഫോൺ വിളിച്ചേ? എന്തിനാ? നന്ദ, ഫോണ്